ശ്രീ പദ്ധതിക്ക് എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം ഉന്നയിച്ചാണ് ഇടതുമുന്നണി സർക്കാർ ശ്രീ പദ്ധതി മരവിപ്പിച്ചത്? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്, വലിയ ഉത്തരങ്ങൾ ആവശ്യമായ വസ്തുതകളുമാണ്. ശ്രീ പദ്ധതി ഇടതുമുന്നണി സർക്കാർ ഒപ്പിട്ടുവെന്നും അതിൽ നിന്ന് കാശ് കൈപ്പറ്റിയെന്നുമാണ് ഭരണപക്ഷത്തുള്ള UDFും ശ്രീ മുഖ്യമന്ത്രി VD സതീശനുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് പരമ നുണയാണ്, പച്ചക്കള്ളമാണ് എന്ന് അടിവരയിടുന്ന ഒരു വലിയ രേഖ പാർലമെന്റിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് ചോദിച്ചത്, അല്ലെങ്കിൽ ആ രേഖ പുറത്തു വരാൻ കാരണമായത് ഡീൻ കുര്യാക്കോസ് MP ആണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. കോൺഗ്രസ്സുകാരനായ ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രി ജയന്ത് ചൗധരിയോട് ചോദിച്ചു, കേരളം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ടോ? ഒപ്പിട്ടിട്ടുണ്ട്. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാശ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതിന് കാരണം ഇതാണ്: പദ്ധതിയിൽ ഒപ്പിട്ടുവെങ്കിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരളം ചെയ്തിരുന്നില്ല. ചലഞ്ച് മോഡ് സ്കൂളുകളിൽ നടപ്പിലാക്കണമെന്നും സ്കൂളുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം കേരളം അവഗണിച്ചു. കേരളം ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ചുവട് പോലും മുന്നോട്ട് പോയില്ല. കേരളത്തിന് ലഭിച്ച പണം SSA പദ്ധതിയുടെ പണമാണ്. ഏകദേശം 452 കോടി രൂപയാണ് SSA പദ്ധതി അനുസരിച്ച് കേരളത്തിന് ലഭിക്കേണ്ടത്. അതിൻ്റെ ആദ്യ ഗഡുവായ 92.41 കോടി രൂപയാണ് ശ്രീ V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചത്. ഈ പരമാർത്ഥം നിലനിൽക്കെയാണ് ഇവിടെ കോൺഗ്രസ് സർക്കാർ, ശ്രീ VD സതീശനും സംഘവും ഇടതുമുന്നണി സർക്കാരിനെയും മുൻ ഇടതുമുന്നണി സർക്കാരിനെയും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനെയും ഒക്കെ കടന്നാക്രമിക്കുന്നത് നുണകൾ പറഞ്ഞുകൊണ്ട്. ഇനി ശ്രീ പദ്ധതി എന്തുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ മരവിപ്പിച്ചത്? അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ, ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ ഹൈന്ദവവൽക്കരിക്കപ്പെടും എന്നതാണ് ഒന്നാമത്തെ വസ്തുത. കേരളത്തിൻ്റെ മതേതര സാംസ്കാരിക പാരമ്പര്യത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ആ പദ്ധതി മരവിപ്പിച്ചത്. വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയാണ് ആ പദ്ധതി ഒപ്പുവെച്ചതെന്ന് അന്നേ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പിന്നീട് ആ പദ്ധതി മരവിപ്പിക്കുകയും ചെയ്തു. ഇനി ആ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകൾ, എന്തിന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സ്കൂളുകളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? തീർച്ചയായും ഉണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളൊക്കെ തന്നെയും ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സ്കൂളുകളാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന സ്കൂളുകളാണ്. ഈ സ്കൂളുകളിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്താണ്, ഹൈന്ദവ തീവ്രവാദികളായി മാറുന്നുണ്ടോ എന്നത് വലിയ ചോദ്യമാണ്. അല്ലെങ്കിൽ ഹൈന്ദവവൽക്കരണം നടക്കുന്നുണ്ടോ എന്നത് വലിയ ചോദ്യമാണ്. ചില സ്കൂളുകളിൽ ചിലപ്പോൾ ഹൈന്ദവ ആചാരങ്ങളും ഹൈന്ദവ വർഗീയ വിചാരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ പൊതുവെ പൊതുവെ നോക്കുകയാണെങ്കിൽ സ്കൂളുകളിൽ അങ്ങനെ കാര്യമായ മത പഠനമോ മതപരിവർത്തന ശ്രമങ്ങളോ മതവിഘടനവാദമോ ഒന്നും നടക്കുന്നില്ല. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരെ നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളും നടക്കുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ ശ്രീ പദ്ധതിയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ആ സ്കൂളുകളിൽ ധാരാളം കുട്ടികൾ പഠിക്കുമ്പോൾ ആ പദ്ധതിയെ നിശിതമായി വിമർശിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ വസ്തുതകൾ ജനങ്ങളെ ബോധിപ്പിക്കേണ്ടതിന് പകരം പിണറായി ഒപ്പിട്ടതുകൊണ്ട് ഞങ്ങൾ പിന്തുടരുന്നു എന്ന നാലാംകിട രാഷ്ട്രീയം, പരമ പച്ചക്കള്ളം അവതരിപ്പിക്കുന്ന VD സതീശൻ തിരുത്തിയിട്ട് ആ പദ്ധതി എന്താണ്, പദ്ധതിയുടെ നയരൂപം എന്താണ്, എന്തുകൊണ്ടാണ് കേരളം അതിനെ എതിർത്തത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് സ്വീകരിക്കുന്നത് എന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പറയണം. പ്രത്യേകിച്ച് കേരളത്തിൽ ആ പദ്ധതി ഉൾപ്പെട്ട സ്കൂളുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അത് പറയേണ്ട ന്യായമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നത് വാസ്തവമാണ്.